മഴതോരും മുമ്പയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന കൊല്ലപ്പള്ളിയിൽ ചെന്ന് വൈജയന്തിയെ ശരിക്കും നിലത്തിട്ടടിക്കുന്നത് പോലെയാണ്. അലീനയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്നുള്ളത് വൈജയന്തിയെ വല്ലാതെ തളർത്തി. പിന്നെ ഒരു സമാധാനം ഉണ്ടായത് ഇവൾ പോകല്ലേ, ഇതോടുകൂടി ഇവളുടെ ശല്യം അവസാനിച്ചല്ലോ എന്നൊരാശ്വാസത്തിലും വൈജയന്തി ഇരുന്നത്. അപ്പോഴും ബാലചന്ദ്രനോ മക്കൾക്കോ ഒന്നും തൻ്റെ രഹസ്യം അറിയില്ല എന്നുള്ളൊരു സമാധാനത്തിൽ അഹങ്കാരത്തിന് ഒട്ടും കുറവ് വരുത്താതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കും. അലീന പോയതിന് ശേഷം കടപ്പാടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. പിന്നീട് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോണത്. മുത്തശ്ശിയോട് ചെന്ന് കഴിഞ്ഞിട്ട് അലീന തൻ്റെ അവസ്ഥകളൊക്കെ പറയും. അലീന പോകണമെന്ന് പറയും. ഒട്ടും ഇഷ്ടമുണ്ടായിട്ട് പോണതല്ല, പക്ഷേ ഞാൻ കാരണം മേഡത്തിൻ്റെ കുടുംബജീവിതം തകരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണത്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അലീന അങ്ങനെ പറഞ്ഞപ്പോൾ അലീന പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, നല്ല ഭക്ഷണം കഴിച്ചത് നല്ല വസ്ത്രം അണിഞ്ഞതൊക്കെ ആ വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഒരച്ഛൻ്റെ സ്നേഹവും തന്ന് ഊണുമേശയിൽ ഒരു സ്ഥാനവും തന്ന് അതൊന്നും ഞാൻ മറക്കില്ല മുത്തശ്ശി എന്ന് പറയും. പക്ഷെ അതിനേക്കാൾ ഉപരി മുത്തശ്ശിക്ക് എല്ലാ സത്യം അറിയാമെന്ന് അലീനയ്ക്ക് അറിയില്ലായിരുന്നു. മുത്തശ്ശി കൈ കൂപ്പി തൊഴുത് എന്നോട് ക്ഷമിക്കണം മോളെ, നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല, നിൻ്റെ സ്നേഹത്തിന് പകരം തരാനൊന്നുമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി പൊട്ടിക്കരയുമ്പോൾ അലീനയ്ക്ക് അത്ഭുതമാണ്. അതിനുശേഷം അങ്കിൾമാരോട് യാത്ര പറയുന്നുണ്ട്. അപ്പോൾ അവരും നിസ്സഹായമാണ്. അപ്പോൾ അവരും പറയുന്നത് ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ലല്ലോ മോളെ, അവളോട് സത്യം പറഞ്ഞാൽ പിന്നെ അവൾ ജീവിച്ചിരിക്കില്ലല്ലോ, അല്ലെങ്കിൽ ബാലചന്ദ്രൻ, അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ടങ്ങളെ, എല്ലാവരെയും കാണാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരുടെ സ്നേഹം പിടിച്ചു പറ്റാനും എനിക്ക് പറ്റിയല്ലോ, അത് മതി എന്ന് പറയും. അതിനുശേഷം മാനുവിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കടപ്പാട്ടൂർക്ക്. ശേഷം കടപ്പാട്ടൂർ വീട്ടിലപ്പോൾ എല്ലാവരും അലീന പോണത് അറിഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഒരു ഭയങ്കര വിഷമത്തിലാണ്. ഭക്ഷണം വയ്ക്കുന്നോ കഴിക്കുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് തലേ ദിവസം അവരുടെ വീട്ടിലുണ്ടാവുന്നത്. ബബിതയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം. കാരണം ഏറ്റവും കൂടുതൽ അലീനനെ ഉപദ്രവിച്ചത് ബബിത ആയതുകൊണ്ട് തന്നെ ബബിതയ്ക്ക് എന്തുകൊണ്ടോ അലീന പോകുന്നത് സഹിക്കാൻ പറ്റാത്ത വിഷമമായിരുന്നു. അലീന ചേച്ചിയുടെ കൂടെ ഇനി കിടക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ രാത്രി മുഴുവനും അലീന ചേച്ചിയുടെ കൂടെയാണ് കൃഷ്ണമോള് കിടന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയിന്. അപ്പം അനിയത്തിയോട് ചേച്ചി പറയുന്നത്, നമ്മൾക്കൊരിക്കൽ എപ്പോഴെങ്കിലും എല്ലാ സത്യം നമ്മുടെ അമ്മ അറിയുമ്പോൾ നമുക്ക് ഒന്നിക്കാൻ പറ്റുമായിരിക്കും മോളെ, ഒരു വിശ്വാസമാണ് ചേച്ചിക്ക് എന്ന് പറയുന്നുണ്ട്. അതൊരു വിശ്വാസം ഉണ്ടെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ അലീനനെ അണിയിച്ചൊരുക്കുന്ന സാരിയൊക്കെ കൊടുക്കുന്നത് ബബിത കൊടുക്കുന്ന സമ്മാനമാണ് അത്. പിന്നീട് ബബിത തന്നെയാണ് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കുന്നത്. വേണ്ട എന്ന് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. നല്ല മാലയും വളയും ആഭരണങ്ങളൊക്കെ അണിയിച്ച് ഒരു കല്യാണ പെണ്ണിനെ പോലെ തന്നെ ഒരുക്കിയിട്ടാണ് അവിടെ നിന്ന് വിടുന്നത്. അലീന പോയി കഴിയുമ്പോൾ ബബിത ഓടും അടുക്കളയിലേക്ക്. അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയിന്. ശരിക്കും ആർക്കും കണ്ടു കഴിഞ്ഞാൽ അതൊരു സീരിയലാണെന്ന് പോലും തോന്നില്ല. അല്ലെങ്കിൽ അത് സ്വന്തം വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലെ തോന്നും. ആരുടെ കണ്ണും നിറഞ്ഞു പോകും നമ്മുടെ ബബിത ആ പ്രവൃത്തി കാണുമ്പോൾ. അതിനുശേഷം കൃഷ്ണമോളായാലും രോഹിത്തിൻ്റെ തോളി ചാഞ്ഞ് കിടന്ന് പൊട്ടിക്കറിയുന്നുണ്ട്. ബാലചന്ദ്രൻ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെയാണ് പോകുന്നത്. നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെങ്കിലും പക്ഷെ അത് അലീനയ്ക്ക് വേണ്ടി അടക്കി പിടിച്ചിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത്. അങ്ങനെ അവർ പോയി ഒരുപാട് ദൂരെ എത്തുമ്പോൾ അലീനയ്ക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കാൻ ഹോട്ടലിൻ്റെ മുന്നിൽ നിർത്തുന്നുണ്ട്. അഞ്ചൽ എന്ന സ്ഥലത്താണ് അവിടെ നിർത്തുന്നത്. അവിടെ ചെന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി വരുന്നു. അപ്പോഴും ബാലചന്ദ്രൻ ഒന്നും അലീനോട് പറയുന്നില്ല. അലീന തിരിച്ചൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്നൊരു വണ്ടി വന്നു അവരുടെ നേരെ. ബാലചന്ദ്രനെ നിയന്ത്രിക്കാനായില്ല. പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിച്ചത് കൊണ്ട് അപകടമൊന്നും ഉണ്ടായില്ല. അച്ഛൻ എന്ത് പറ്റി, അച്ഛനൊന്നും മിണ്ടാത്തത്, അച്ഛൻ ഇങ്ങനെ ഒന്നല്ലല്ലോ, ഡ്രൈവിങ്ങിൽ നല്ല ശ്രദ്ധയായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ വേഗം വണ്ടി നിർത്തും. എന്നിട്ട് അലീന കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കും. ഒരു വഴിയോരത്ത് നിന്ന് അലീനയോട് പറയുന്നത്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് മോളെ എന്ന് പറയുമ്പോൾ, ഇനി എന്താണ് അച്ഛൻ പറയാനുള്ളതെന്ന് ചോദിക്കും. ഞാനൊരു കാര്യം നിന്നോട് മറച്ചു വെച്ചു, ആ സത്യം നിന്നോട് ഇപ്പോൾ തുറന്ന് പറയാൻ പോകണമെന്ന് പറയുമ്പോൾ, ഇനി എന്താ അച്ഛാന്ന് ചോദിക്കും. അലീന ആകാംക്ഷയോടെ കൂടി ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ബാലചന്ദ്രൻ അതിന് മറുപടിയൊന്നും പറയാതെ നേരെ തിരിഞ്ഞ് നിൽക്കും. മുഖം തിരിഞ്ഞ് നിന്നിട്ട് പറയും, ഇപ്പോൾ പോകാൻ പോകുന്ന വീട് ഞാൻ പറഞ്ഞില്ലേ, കുളത്തൂപ്പുഴ വലിയ റബ്ബർ എസ്റ്റേറ്റ് മുതലാളി എന്നൊക്കെ പറഞ്ഞത്, ആ റബ്ബർ എസ്റ്റേറ്റ് മുതലാളി ആരാണെന്ന് അറിയോ നിനക്ക്? ഇല്ല എന്നറിയും. പറയും, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന ആളാണ്, അതായത് നിൻ്റെ അച്ഛൻ എന്ന് പറയും. നമ്മുടെ അലീനയുടെ തലയിലൂടെ ഒരു ഇടിമിന്നൽ പോലെ അങ്ങനെ തോന്നും. അലീന തരിക്കും, ആകെ ഞെട്ടി വിറച്ച്, തൊണ്ടയിലൊന്നും വെള്ളമില്ലാത്ത അവസ്ഥ. അലീന അച്ഛനെന്തീ പറയണേന്ന് ചോദിക്കും. അതെ, ഞാൻ നിനക്ക് തേടി പിടിച്ച് കൊണ്ടുതന്ന സമ്മാനമാണത്, അല്ലാതെ മറ്റൊരു വീട്ടിലേക്ക് നിന്നെ ജോലിക്ക് വിടാൻ എനിക്ക് എന്താ വട്ടാണോ? അങ്ങനെ വിടേണ്ട കാര്യം എനിക്ക് എന്താ? എനിക്ക് നിന്നേക്കാളും വലുതല്ല വൈജയന്തി, അവൾ വന്നിട്ട് എൻ്റെ കുടുംബത്തെ എന്ത് കാണിക്കാനാണ്?
അതിനൊന്നും വേണ്ടിയിട്ടല്ല. നീ പോകണമെങ്കിൽ ഇനി മറ്റൊരാളുടെ അടുക്കളയിലേക്ക് പോകരുത്. നിൻ്റെ അച്ഛന് നിന്നെ നോക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇനി അയാൾ നോക്കട്ടെ നിന്നെ. നീ അങ്ങനെ ഇനി മറ്റൊരാളുടെ അടുക്കളയിൽ പോയി ജോലി ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയും. അപ്പം അച്ഛൻ എന്നോട് ഇത് നേരത്തെ പറയായിരുന്നു എന്തേന്ന് ചോദിക്കുമ്പോൾ അത് നീ ഒരു പക്ഷേ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്, അതുകൊണ്ടാണ് പറയാഞ്ഞത്. പിന്നെ നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും തേടി അലഞ്ഞതൊക്കെ അയാളെ കണ്ടുപിടിക്കാനായിരുന്നു. കണ്ടുപിടിച്ചു. വൈജയുടെ ആങ്ങളയിൽ നിന്നാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണ് അയാളെ കണ്ടുപിടിച്ചതും. ഇപ്പം അയാൾ നിന്നെ കാത്തിരിക്കുന്നു. അങ്ങനെ നിനക്ക് സ്വന്തം ഒരു അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. നിനക്ക് അമ്മയുടെ അടുത്തുണ്ടായ അനുഭവം എന്തായാലും അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ബാലചന്ദ്രന് ഒന്നും മിണ്ടില്ല. അലീന നേരെ വണ്ടിയിൽ പോയിരുന്നു കഴിഞ്ഞിട്ട് കരയിന്. പിന്നീട് ബാലചന്ദ്രനും കൂടി വരും. ബാലചന്ദ്രൻ വന്ന് കുറച്ച് നേരം അലീന നിനക്ക് എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിക്കും. ഇല്ല അച്ഛാ, അച്ഛൻ എനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് മറ്റൊരച്ഛൻ അത് വേണ്ടായിരുന്നു അച്ഛാ എന്ന് പറയും. എൻ്റെ മനസ്സിലാകെ ഒരു അച്ഛനുള്ളൂ, ഇത് ഈ കടപ്പാട്ടൂരുള്ള എൻ്റെ ഈ അച്ഛനാണ്, എനിക്കത് മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അതല്ലല്ലോ മോളെ സത്യം. നിനക്ക് ഒരു സത്യം ഉണ്ടല്ലോ, അതാണ് ശരിക്കും നിൻ്റെ അച്ഛനല്ലേ ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ നീ എന്തിനാ അനാഥയായിട്ട് കഴിയണേന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ കാറ് നേരെ കൊണ്ടുപോകണ സ്റ്റാലിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അലീന പ്രതീക്ഷിച്ചു സ്റ്റാലിൽ ബാലചന്ദ്രനെ പോലെ ഒരാളായിരിക്കുമെന്ന്. ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിക്കുമെന്നോ ഉമ്മ വയ്ക്കുന്നോ 22 വർഷത്തെ സ്നേഹം ഒന്നിച്ചു തരുന്നോ അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയ അലീന പ്രതീക്ഷകളൊക്കെ അസ്തമിക്കും. കാരണം സ്വീകരിച്ചത് ജോലിക്കാർ. വീടൊക്കെ അലങ്കരിച്ചിട്ടും പെയിൻ്റ് അടിച്ചിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് പുത്തൻ വീടാക്കിയിട്ടൊക്കെ ഉണ്ട്. എന്തോ തോരണങ്ങളൊക്കെ ചാർത്തി ബലൂണൊക്കെ കെട്ടി ഞാറ്റിയിട്ട് ഒരു കുട്ടി ഒരു കുട്ടീനെ സ്വീകരിക്കാനുള്ള ലാഘവത്തോടെ ആ വീട് ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്റ്റാൻലി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. അയാൾ പുറംതിരിഞ്ഞിരിക്കുകയായിരിക്കുള്ളൂ. അങ്ങനെ സ്റ്റാലിനെ കണ്ടപ്പോൾ അലീനയുടെ മനസ്സിൽ അച്ഛൻ അല്ല, അലീനയുടെ മനസ്സിൽ അച്ഛൻ ബാലചന്ദ്രനെ പോലെ ഒരു അച്ഛനായിരുന്നു. ഇത് ചോരക്കണ്ണുകളും ഗ്ലാസ്സൊക്കെ വെച്ച് ഭയങ്കര ഗൗരവത്തോടെ ഇരിക്കുന്ന ആൾ. അതായത് നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇത് തൻ്റെ വീട്ടിലേക്ക് വന്ന ആളല്ലേ എന്നും കൂടെ അലീനയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അലീനയ്ക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവും. തന്നെ കാണാൻ വന്നത് തൻ്റെ അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛൻ കടപ്പാട്ടൂരുള്ള അച്ഛൻ, അതായത് ബാലചന്ദ്രനോട് പറഞ്ഞതാണെന്ന് മനസ്സിലായി. ക്ലൈൻ്റാണെന്ന് പറഞ്ഞ് തന്നെ കാണാൻ വന്നതായിരിക്കും. താൻ ചായ കൊണ്ടുകൊടുത്തപ്പോൾ തൻ്റെ മുഖത്തേക്കൊക്കെ നോക്കിയതും ഈ അച്ഛൻ തന്നെയല്ലേന്ന്. പക്ഷെ അന്നത്തെ സ്നേഹമൊന്നും ഇന്ന് മുഖത്ത് കാണിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ അതിശയത്തോടെ അലീന നോക്കണ്. അന്ന് പിന്നെയും നല്ലൊരു സ്നേഹം മുഖത്ത് കണ്ടിരുന്നു. ഇന്നൊരു പ്രത്യേകത ഒന്നുമില്ലാണ്ട് അലീനനെ ഹലോ മിസ്റ്റർ ബാലചന്ദ്രൻ വെൽക്കം എന്നൊക്കെ പറഞ്ഞു കൈ ഷെയ്ക്കൻ്റെ കൊടുക്കും. അലീനയ്ക്ക് ഷെയ്ക്കൻ്റെ കൊടുക്കും. പക്ഷേ അലീന അത് സ്വീകരിക്കില്ല. ഓക്കെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രനോട് ഇരിക്കാൻ പറയും. എന്നിട്ട് ഊണ് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഊണൊക്കെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ച് സമയം വൈകിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഊണ് കഴിച്ചു എന്ന് പറയും. എന്നാലും ബാലചന്ദ്രൻ നിർബന്ധിച്ച് ബാലചന്ദ്രന് ചായ കൊടുക്കും. അതിനുശേഷം ബാലചന്ദ്രൻ വീണ്ടും സ്റ്റാലിയോട് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മിസ്റ്റർ സ്റ്റാലി, ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ ഒരു പിടിയെങ്കിലും കൂടുതൽ നിങ്ങൾ അവളെ സ്നേഹിക്കണം, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും അവളെ കൊണ്ടുപോകാനെന്ന് പറയും. അതിനുശേഷം പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് മിസ്റ്റർ നിങ്ങളുടെ വികാരം, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടു പോക്കോ എന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ അലീന കരയിന്. അലീനയ്ക്ക് കൂടെ പോരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ അവസ്ഥ ഇനി അവിടെ തനിക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എന്നാൽ തകരുന്ന കുടുംബമാണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ വൈജയന്തിയുടെ കാര്യം കൂടി ആലോചിച്ചപ്പോൾ അലീനയ്ക്ക് ബാലചന്ദ്രൻ്റെ കൂടെ തിരിച്ചു പോകാൻ തോന്നിയില്ല. എല്ലാ വിഷമവും സഹിച്ച് അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നീ പേടിക്കേണ്ട മോളെ, നിനക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നിയാലും നീ വിളിച്ചാൽ മതി, ഞാൻ നിന്നെ കാണാൻ വരാം. നിനക്ക് കടപ്പാട്ടൂർക്ക് വരണമെന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ അച്ഛാ, അവിടെ അമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രനൊന്നും മിണ്ടില്ല. നീ ഒരു വിഷമവും ഇവിടെ നിനക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല, നീ ഇവിടെ രാജകുമാരനെ പോലെ തന്നെ കഴിയും. നീ കൊല്ലപ്പള്ളിയിലെയും അതുപോലെ തന്നെ നെടുമ്പുരയ്ക്കലെയും ജോലിക്കാരിയായിട്ട് നിന്ന പോലെ ഇവിടെ നിനക്കതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നീ തെളിവോട് കൂടി നിൽക്കുന്നത് സ്റ്റാലിനി ജോസഫിൻ്റെ മകളായിട്ടാണ് നീ വന്നേക്കുന്നത്, ജോലിക്കാരിയായിട്ടല്ല. അതുകൊണ്ട് എൻ്റെ മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ടെന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ തൻ്റെ കണ്ണുകൾ നിറയുന്നത് അലീനെ കാണാണ്ടിരിക്കാൻ വേണ്ടി വേഗം തിരിഞ്ഞ് നടന്ന് കാറിൽ കയറി അയാൾ പോകുന്നത് നോക്കി ഇങ്ങനെ അലീന കരഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിൽ തന്നെ നിൽക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.